ഹായ്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഈ കൗൺസിലിങ്ങിന് വരുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ കൗൺസിലിങ്ങിന് വരുന്നതെന്ന് വെച്ചാൽ ഡൈവോഴ്സ് കേസുകളാണ്. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് അധികം ആകാതെ തന്നെ പറ്റുന്നില്ല ലൈഫ് എന്ന് പറഞ്ഞ് വരുന്നവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന കൗൺസിലിങ്. അപ്പം എന്താണ് അതിനൊരു കാരണം എന്ന് പറയാൻ പറ്റുമോ? ഈ ആരുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നുണ്ട്? കാരണം പണ്ട് കാലത്ത് ഇത്രയും ഡൈവോഴ്സ് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പൊ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഒരു 2000 കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഡൈവോഴ്സ് കേസസ്. അതും ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമൊക്കെ കഴിഞ്ഞ് ഉടനെ ഇങ്ങ് വന്നേക്കാണ്. പണ്ടൊക്കെയാണ് കുറെ നാളൊക്കെ ഒന്ന് നമ്മൾ പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പത്തെ ഈ ഒരു കേസ് ഇങ്ങനെ അതെ ഇഷ്ടപ്പെട്ട് കെട്ടുന്നത് അങ്ങനെ കുറെ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഈ ഡൈവോഴ്സിലേക്ക് എത്താൻ ആരുടെ കുഴപ്പം കൊണ്ടാണ് നമുക്കിങ്ങനെ? അതേപോലെ ഡൈവോഴ്സ് എന്ന് പറയാൻ നമ്മൾ പറയുന്നു, ഏത് മതം എടുത്ത് നോക്ക്, ഒരു പുരുഷനും സ്ത്രീയും ഒന്നിക്കുന്നത് ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ്, ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് മതം എടുത്ത് നോക്ക്, സന്തോഷത്തിലും ദുഃഖത്തിലും സുഖത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം. ഇത് ഒരു മതമല്ല, എല്ലാം പറഞ്ഞ് നമ്മൾ ആ ഓത്തെടുത്തിട്ടാണ് ഈ കല്യാണം നടത്തുന്നത് ആക്ച്വലി. പിന്നെ എന്തുകൊണ്ട് രണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞ ആക്ച്വലി ലവ് ഉണ്ട്, പക്ഷേ അത് ആർട്ടിഫിഷ്യലായിപ്പോയി. ലവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, പക്ഷേ ആർട്ടിഫിഷ്യൽ എല്ലാം കമേർഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് ആയിപ്പോയി. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് ലിവിങ് ടുഗെദർ, പിന്നെ അതേപോലെ വേറെ കോൺസെപ്റ്റ്സ് വരുന്നത് കെട്ടുന്നില്ല, ഒന്നിച്ച് ജീവിക്കുക, എപ്പോൾ വേണമെങ്കിലും പിരിയാം. സോ ഇവിടെ ദർ ഈസ് നോ ക്വസ്റ്റൻ ഓഫ് ലവ് ആക്ച്വലി. കുറച്ച് നാൾ ഒന്നിച്ച് നിൽക്കുക, ദർസ് എ ബോണ്ട് ലൈക്ക് ആക്ച്വലി. അങ്ങനത്തെ മാരേജസ് ഉണ്ട് ഇപ്പോൾ ആക്ച്വലി. കുറച്ച് നാൾ നിൽക്കുക, എന്ന് വേണ്ടെങ്കിൽ അന്ന് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുക. സോ ഈ കോൺസെപ്റ്റ്സൊക്കെ നമ്മളിങ്ങനെ കൂടി കാണുന്നു. ഇതിന് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗിവ് ആൻഡ് ടേക്ക് ഇല്ല, ആക്സെപ്റ്റൻസി ഇല്ല, പേഷ്യൻസ് ഇല്ല, പിന്നെ തോട്ട് പ്രോസസ്സിലുള്ള പ്രോബ്ലംസ്, പിന്നെ വേറെ ലിസണിങ് ഇല്ല, കേൾക്കാനുള്ള മനസ്സില്ല. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ, ഫുൾ ടൈം എൻഗേജ് വിത്ത് ഗാഡ്ജറ്റ്സ്, അഫെക്ഷൻ ഇല്ല, പിന്നെ വീട്ടിൽ കുക്കിംഗ് ഇല്ല. അതും റീസൺ. കുക്കിംഗ് ഇസ് ലവ് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും. നീ ഒരു യൂട്യൂബ് കുക്കിംഗ് ചാനൽ 3 ചാനൽ റൺ ചെയ്യുന്നു. സോ എനിക്കറിയാം ആക്ച്വലി കുക്കിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മിസ്സായി ആക്ച്വലി. ഇന്ന് ആപ്പിൾ ഓർഡർ ചെയ്യുക, വേണ്ടിയത് ഓർഡർ ചെയ്യുക, തിന്നുക. ദർ ഇസ് നോ ലവ് ഇൻ ദാറ്റ് ആക്ച്വലി. when you cook and share, there's lot of love. അത് മിസ്സാവുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒരാളുടെ ടേസ്റ്റ് എന്താന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രിഷിയേറ്റ് ചെയ്യാം, ഒരു മിസ്റ്റേക്ക് കണ്ട കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു ഫാമിലി ലൈഫിലേക്ക് കൂടെ കൊണ്ടുപോകേണ്ട കാര്യം. ഈ ഹോട്ടൽ ഉണ്ടാക്കുന്ന that food is cooked without love. അതെ, without love, that something is cooked, stuff is cooked. മനസ്സിലായോ? ഇങ്ങനെ കുറേ കോൺസെപ്റ്റ്സ്. പിന്നെ വേറെ വന്നു കഴിഞ്ഞാൽ ജോയിന്റ് ഫാമിലി സിസ്റ്റം പോയി. അതൊരു ആർക്കും ഇഷ്ടമല്ല അങ്ങനെ ജീവിക്കുന്നത്. ജോയിന്റ് ഫാമിലി പോയിട്ട് ഈവൻ ഹസ്ബൻഡിന്റെ അമ്മയും അപ്പനോ സഹോദരങ്ങളോ ഇല്ലെങ്കിൽ വൈഫിന്റെ ഭാഗത്തുള്ള അമ്മയും അപ്പനോ ആരും വേണ്ട, ഇവര് മാത്രം ഉള്ളൊരു ലൈഫിലേക്കാണ് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം നടക്കുന്ന പ്രോബ്ലംസ് ആക്ച്വലി പേഷ്യൻസ്. പിന്നെ വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മച്ചി ഒരു ഇന്റർവ്യൂവിൽ അമ്മച്ചി അപ്പച്ചനും ഇതൊരു ഇന്റർവ്യൂ നടന്ന സമയത്ത് ചോദിച്ചതാണ്, ഹൗ യു ആർ ലിവിങ് ഫോർ ദീസ് ലോങ് ഇയേഴ്സ് എന്ന് ചോദിച്ചെന്നെ അമ്മച്ചി പറഞ്ഞ റിപ്ലൈ, വി ലിവ്ഡ് ഇൻ എ ഇറ വേർ വി യൂസ് ടു ജോയിൻ തിങ്സ്. മനസ്സിലായത്? എന്തോ അത് നമ്മുടെ അപ്പനും അമ്മമാരും ഇത് ചെയ്യുമായിരുന്നു ആക്ച്വലി. അതെ, ഏത് സാധനം പൊട്ടിയാലും അവരെടുത്ത് കളയത്തില്ല. അന്നത്തെ പഴയ കാലത്തെ അപ്പച്ചനും അമ്മച്ചിമാരെന്ത് ചെയ്യായിരുന്നു, അതെങ്ങനെയും ഒക്കെ ഒന്ന് ഒട്ടിപ്പിച്ച് ജോയിന്റ് ഒക്കെ ചെയ്ത് പിന്നെ റീയൂസ് ചെയ്യാനായിട്ട് നോക്കുമായിരുന്നു. അങ്ങ് അമ്മച്ചി അപ്പച്ചന്റെ നമ്മുടെ അപ്പനും അമ്മമാരും ചെയ്യുമായിരുന്നു. കാരണം അവർക്കറിയാം ഓരോത്തിന്റെ വാല്യൂ അവർക്ക് അറിയാം. കാരണം അവര് എന്ത് സാധനം കിട്ടിയാലും പൊട്ടിയ സാധനങ്ങൾ, ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഒക്കെ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ബാക്കിയുള്ള ഐറ്റംസ് മഗ്ഗൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഫാദർ മഗ് ഇപ്പോഴറിയാം. ഞാൻ റീസെന്റ് അല്ല, ഈ കല്യാണം കഴിച്ച് വന്ന സമയത്തും പപ്പ എന്നെ കാണിച്ച് ഇങ്ങനെ മഗ്ഗിന്റെ നമ്മുടെ ഹാൻഡിൽ ചില സമയത്ത് ഒത്തിരി വെയിറ്റോടുകൂടെ എടുക്കുമ്പോൾ അങ്ങനെ സൈഡ് കട്ടായി പോവല്ലോ.
അപ്പം എന്നോട് ചോദിച്ചാൽ എന്തിനാ അത് കളഞ്ഞ്, ഞാൻ കളഞ്ഞല്ലോ, അപ്പം സൈഡിൽ വെച്ചിരുന്നു, അതിന് സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് തയ്ച്ചു പപ്പ. അത് കമ്പി ഉപയോഗിച്ച് തന്നെ ഞാനത് കണ്ടായിരുന്നു. അത് ജോയിന്റ് ചെയ്ത് എനിക്ക് തന്നു. അത് നേരത്തേനെക്കാട്ടും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ആയിരുന്നിരുന്നത്. ഇപ്പം പഴയ കാലത്തെ ആൾക്കാർ അങ്ങനത്തെ അതാ ഈ പറഞ്ഞത്, അമ്മച്ചി പറഞ്ഞത്, വി ലിവ്ഡ് ഇൻ എ എറ വേർ വി യൂസ് ടു ജോയിൻ തിങ്സ് എന്ന് പറഞ്ഞത്. മനസ്സിലെ ഉദാഹരണം പറയാൻ ചിനു, വാട്ട് ഇസ് ദിസ്? പെൻ. ഇത് ഇങ്ക് പെൻ എന്ന് പറയും പഴയ കാലത്തെ. ഫൗണ്ടൻ പെൻ. ഞാൻ ഒരു എക്സാമ്പിൾ വേണ്ടി എടുത്തത്. ആക്ച്വലി ഇത് ഞാൻ 10th ക്ലാസ്സിൽ യൂസ് ചെയ്ത പെൻ ഇപ്പോഴും എൻ്റെ അടുത്ത് ഇരിക്കുന്നു. ഇന്ന് എൻ്റെ അടുത്ത ജനറേഷൻ ഇത് കിട്ടുന്നില്ല, എനിക്ക് കിട്ടാത്തതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇതെന്താ പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ്, യു കാൺ റിമൂവ് ദ റീഫിൽ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ജിനു യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? യൂസ് ആൻഡ് ത്രോ. ദിസ് വൺ, ഇത് നമ്മൾ ഇങ്ങനെ തുറന്നു, ഇപ്പോഴത്തെ ജനറേഷൻ അറിയത്തില്ല, ഇങ്ക് ബോട്ടിലിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇറ്റ്സ് കോൾഡ് എ ഫൗണ്ടൻ പെൻ. ഇത് ഇങ്ക് എടുക്കും. ഇത് വി യൂസ് ടു റീയൂസ് ഇറ്റ്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരാൾക്ക് മഷി ഇതുപോലെ തീരുവാണെങ്കിൽ അടുത്ത ആൾച്ചിര ഒഴിച്ചു കൊടുക്കും. ഞങ്ങൾ അത് എടുക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. മെമ്മറീസ് പെന്നുമായിട്ട്. ഇത് ജസ്റ്റ് പെന്ന് ഞാൻ പറഞ്ഞു. ദിസ് ഈസ് ദ ഓൾഡ് ജനറേഷൻ, ദിസ് ഈസ് ദ ന്യൂ ജനറേഷൻ. ഇത് യൂസ് ചെയ്യുക, കളയുക. ഈ കോൺസെപ്റ്റ് നമ്മൾ പിള്ളേരുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ദിസ് ഈസ് ഇൻബിൽറ്റ്. സൈക്കോളജി പറയുന്നത് 7 വയസ്സ് വരെ ഒരു കുഞ്ഞിന് കിട്ടുന്ന നോളേജും അതിൻ്റെ എക്സ്പീരിയൻസസ് എല്ലാം ഇറ്റ്സ് സ്റ്റോർഡ് ഫോർ എവർ. ദാറ്റ് ഈസ് ബൂട്ടഡ് ഇൻ. ആ ചിപ്പ് ഉള്ളിലുണ്ട്. അത് കുഞ്ഞ് ചെറുപ്പം മുതലേ കാണുന്നത് ഇറ്റ് ഈസ് യൂസ് ആൻഡ് ത്രോ. നൂഡിൽസ് തിന്നു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് സ്പൂൺ യൂസ് ആൻഡ് ത്രോ, ആ സ്ട്രോ യൂസ് ആൻഡ് ത്രോ, എവറിത്തിങ് യൂസ് ആൻഡ് ത്രോ. റീയൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്. അതേ ഇത് ഈ കാലത്ത് ഇതില്ലാത്തപ്പോൾ യു ക്യാൻ ഡു സംതിങ്. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യുന്നു? യൂസ് ആൻഡ് ത്രോ അല്ലാതെ നമുക്ക് എന്തെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റുമോ? പല ആർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ക്രാഫ്റ്റില് ചെയ്യാം. നമുക്ക് ഇത് പെൻ ഉപയോഗിച്ച് ഒത്തിരി, എന്ന് വെച്ചാൽ ചിലർ വേണമെങ്കിൽ പെൻ ബോക്സ് തന്നെ ഉണ്ടാക്കാം. സാർ ഇതിന്റെ റീഫിൽ എടുക്കാൻ പറ്റത്തില്ല. നമ്മള് ഇത് പെൻ ഉപയോഗിച്ച് തന്നെ തീരുന്നതനുസരിച്ച് നമുക്ക് ഇത് വെച്ച് ഒത്തിരി ക്രാഫ്റ്റുകൾ നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒത്തിരി ആർട്ട് പലതും ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ പിള്ളേരെ പഠിപ്പിക്കുന്നത്? കുഞ്ഞുങ്ങളെ റീയൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. സോ ദിസ് ഈസ് വാട്ട് ലൈഫ് ഈസ് ആക്ച്വലി. നമ്മുടെ ഈ 2 പെന്നിന്റെ എക്സാമ്പിൾ എടുത്തത് ഇസ് എനഫ്. ദി ഓൾഡ് ജനറേഷൻ, ദിസ് ന്യൂ ജനറേഷൻ. ഇപ്പോഴത്തെ ജനറേഷൻ ഇത്, ദിസ് ഈസ് ദ ജനറേഷൻ ഓഫ് ഡൈവേഴ്സ്. ദിസ് ഇസ് എ ജനറേഷൻ വിച്ച് സ്റ്റാൻഡ്സ് വെരി സ്ട്രോങ്. സോ ഇവിടെ ആക്ച്വലി ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ വി ആർ ത്രോയിങ് ഇറ്റ്. ഇഫ് ദിസ് ഈസ് നോട്ട് വർക്കിംഗ് വി ചേഞ്ച് ദ നിബ്. ഈവൻ നിബ് വരെ മാറ്റാമായിരുന്നു. ആക്ച്വലി നിബ് വരെ മാറ്റാം. ഈ പെൻ ഫുള്ളി റിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. ദിസ് ഈസ് മെൻഡിങ് ലൈഫ്. നമ്മുടെ ജീവിതം ഇത് തന്നെ ആക്ച്വലി. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ജീവിതത്തിനെ നമ്മൾ റീയൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീകണക്ട് ചെയ്യുക. അല്ലാതെ ഇന്നത്തെ ജനറേഷന് പറ്റിയെന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഇല്ല. ദേ ഡോണ്ട് ഹാവ് പേഷ്യൻസ്. അതാ മെയിൻ ഡൈവേഴ്സിന് കാരണം. പേഷ്യൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇന്ന്. കാരണം എന്താ പറയുക, പെമ്പിള്ളേരെ കെട്ടിച്ചു വിടുമ്പം അപ്പനൊരു വലിയൊരു ഫോൺ അങ്ങ് വാങ്ങിച്ചു കൊടുക്കും. അപ്പനും അമ്മയും കൊടുത്തിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഭയങ്കര കാര്യമായിട്ടാണ് നോക്കിയത്. എന്തുവാ തലവെച്ച പേനരിക്കും, അതുപോലെ വളർത്തിയത്. അത് കാരണം എല്ലാ കംഫർട്ട്സും ഞാൻ കൊടുത്താൽ നിന്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ മോളെ ഇങ്ങനെ നോക്കിയിരിക്കണം. മോളെ നിനക്ക് അവിടെ എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചാൽ, അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ ഉടനെ ഡയൽ ചെയ്യും, ഐ കം ആൻഡ് പിക്ക് യു അപ്പ്. ഇതാ പറഞ്ഞു വിടുന്നത്. അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യ്, പിടിച്ചു എന്ന് പറഞ്ഞ് വിട്ടിട്ടില്ല. നിന്റെ പേരൻസ് അങ്ങനെ പറഞ്ഞിട്ടാണ് ആന്ധ്ര വിട്ടത്? എന്നെ ഒന്നുമേ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇവിടെ വന്നപ്പോഴും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടപ്പോഴും ഇന്നതാ ഇങ്ങനാന്നൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് പോകുന്ന ഇടത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് നോക്കുക. ഏത് സാഹചര്യമാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഓരോരുത്തരും ഓരോ ജീവിച്ച സാഹചര്യങ്ങൾ എന്താണെന്നും പോകുന്ന വീട്ടിലെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പം ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ ആർമിയാണ്. ആർമിയിലാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒരു ജോളി ടൈപ്പാണ്. എല്ലാവരും മിക്കും ആർമിയിലെ അപ്പനൊക്കെ ആകുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതുപോലെ ഫ്രീ ആയിട്ട് എല്ലാം പറയാനും ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരു ഒരു അപ്പനായിരുന്നു ഞങ്ങളുടേത്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇവിടുത്തെ പപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാരണം 3 ആമ്പിള്ളേരാണെങ്കിൽ ഇപ്പോഴും അവർ പപ്പ പറയുന്നതിനപ്പുറം എപ്പോഴും പോകത്തില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ പപ്പയോട് പറയാൻ ചെയ്യത്തില്ല. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് ഞാൻ കയറി വരുന്നത്. അപ്പോൾ അതും എനിക്കൊരു ഇതായിരുന്നു. ഇവിടെ വരുമ്പോൾ എനിക്ക് തമാശയൊക്കെ പറയണം, ഇങ്ങനെ ജോളിയായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എല്ലാം ഭയങ്കര കൺട്രോൾഡ് ആയിരുന്നു. സംസാരം തന്നെയാണ്. നമുക്കെല്ലാം
അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം എന്നോട് നേരത്തെ ഒന്നും പറഞ്ഞു തന്നില്ല കേട്ടോ. ഇതൊന്നും നമ്മൾ പറയത്തുമില്ല. പറഞ്ഞു തന്നുള്ളൊരു ജീവിതവും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ജീവിതവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലവ് പോലാണ് നമ്മള്. പക്ഷെ ഇപ്പൊ നീ വന്ന് അഡ്ജസ്റ്റ് ഞങ്ങളുടെ ഫാമിലിയിൽ 18 years ആയി ഞാനിവിടെ വന്നിട്ട് നല്ല ഹാപ്പി ലൈഫാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരുമായിട്ട്. എന്ന് വെച്ചാൽ അച്ഛനും 2 ബ്രദേഴ്സാണ്, അവരുടെ ഫാമിലി, മമ്മായും പപ്പായും, ഇവരായിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ പോകുന്നു. വഴക്കോ അങ്ങനെ, കാരണം എല്ലാവരുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. ഓരോരുത്തർ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മൾ മുൻകൂറായിട്ട് അറിഞ്ഞേച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്നേഹമില്ല. ആർട്ടിഫിഷ്യൽ, ആളിങ്ങനെയാണ് അപ്പോൾ ആളോട് ഇങ്ങനെ നിൽക്കാവൂ എന്നുള്ളൊരു ഫീല് നമ്മുടെ ഉള്ളിൽ വരും. അപ്പം അങ്ങനെയുള്ളത് വരാതെ നമ്മൾ പോകുന്ന സിറ്റുവേഷനിൽ എവിടോട്ടാ പോകണമെന്ന് വെച്ചാൽ അവിടെ ജെല്ലായി പോകാനായിട്ട് നമ്മൾ നോക്കാം. ജെല്ലിംഗ് എന്ന് പറയുമ്പോൾ അത് മെയിൻ എന്ന് പറഞ്ഞാൽ പേരൻസ് ആക്ച്വലി ഞങ്ങളെ വിളിക്കൽ എന്ത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പറയാം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ വയലൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ TV കാണുന്ന തൊട്ട് ഡൗറി ഹറാസ്മെന്റ് ഇതൊക്കെയല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ലൈഫിൽ എല്ലായിടത്തും ഉള്ള ഫാമിലി പ്രോബ്ലംസ് ഇല്ലാത്ത വീട് വല്ലതും ഉണ്ടോ? എല്ലായിടവും ഉണ്ട് കേട്ടോ. ചില കപ്പിൾസ് പറയും ഞങ്ങൾ തമ്മിൽ വഴക്കില്ലെന്ന് പറയും. വിശ്വസിക്കാൻ പറ്റുമോ? അതൊരു ആർട്ടിഫിഷ്യലാന്ന് വിചാരിച്ചാൽ അവർ കള്ളം പറയുന്നു. എവിടെ പ്രോബ്ലംസ് ഉണ്ടോ, എവിടെ ചെറിയ ഇതുണ്ടോ, ചെറിയ തട്ടിമുട്ടിയുള്ള ജീവിതം ഉണ്ടോ, അവിടെ ഹാപ്പിനെസ് എപ്പോഴും കാണും. തീർച്ചയായിട്ടും ഒരു വഴക്ക് നടക്കുമ്പോഴാണ് പിന്നീടാണ് സ്നേഹം കൂടുന്നത്. അല്ല ചുമ്മാ നമ്മൾ എന്നും ചിരിച്ചു കാണിച്ച് സ്നേഹമാണെന്നും പറഞ്ഞ് നടക്കുന്ന വെറും. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ വേറൊരു ചെറിയ കോറിലേറ്റഡ് ഇൻസിഡൻറ്റ് കൂടി പറയാം. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇതൊരു ലേണിങ്ങിന് വേണ്ടി ഞാൻ ഈ എക്സാമ്പിൾ എടുത്തിടുന്നത്. ഇപ്പം തിരിച്ചു വരുന്നത് ചെറിയ ചെറിയ ഇഷ്യൂസിൽ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ചെറിയ പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വരുന്ന കേസുകൾ, വീട്ടിൽ വരുന്ന കേസിന് ആലോചിക്കാൻ വെച്ചിനു അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. നിനക്ക് പോകാൻ പറ്റിയോ? അതെ, അതതിൻ്റേത്. അതുകൊണ്ട് അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും, ഫോൺ ഉണ്ടെങ്കിൽ ഓടി വരും. ഇതൊക്കെ റീസൺസ് ഉണ്ടെന്ന് ആക്ച്വലി. ഓക്കെ, ഞങ്ങൾ രണ്ടും സന്തോഷം, എല്ലാവരും ഇതുമില്ല. വഴക്കെന്ന് പറയുന്നത് ഉണ്ടോ കാണും, അതില്ലെങ്കിൽ ലൈഫില് വഴക്കും എല്ലാം കാണും. എരിവും പുളിയും എല്ലാം ചേർന്നതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. അതിനകത്ത് തമാശ മാത്രം, സന്തോഷം മാത്രം, ദുഃഖം മാത്രമായിട്ട് ആർട്ടിഫിഷ്യൽ. പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് ആക്ച്വലി ഈ തിരിച്ചു വരുന്ന ഡൈവേഴ്സ് ഒരു ചെറിയ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോറി നറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് കോറിലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഒരു മോളെ കെട്ടിച്ചു വിട്ടു. അമ്മ അപ്പനും നല്ല സ്നേഹിച്ച് വളർത്തി അവൾക്ക് വേണ്ടിയ പയ്യനായിട്ട് കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം കാരണം അവൾ തിരിച്ച് വീട്ടിൽ വന്ന് ഭയങ്കര മൂഡ് ഓഫ് കുറേ ദിവസം ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് പേരൻസ് വലുതായിട്ടൊന്നും ചോദിച്ചില്ല. അവൾ വെറുതെ വന്നാന്ന് വിചാരിച്ചു. ഒരു ദിവസം ഇവക്കത് അമ്മ കിച്ചണിലുള്ളപ്പോൾ അമ്മയോട് എക്സ്പ്രസ് ചെയ്യണമെന്നുള്ള ഭയങ്കര എന്താ പറയുക എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അമ്മയെടുത്ത് പോയി അമ്മയോട് മൊത്തം കഥ പറഞ്ഞു. അമ്മ ഒന്നും വേണ്ടിയില്ല, സ്നേഹിച്ച് കെട്ടിയതാ. അമ്മ ഒന്നും വേണ്ടിയില്ല, അമ്മ കേട്ടു. അമ്മ ഇദ്ദേഹത്തിന് 3 പാത്രത്തിൽ സെയിം ടൈപ്പ് ഓഫ് പാത്രം എടുത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു 3 സ്റ്റവേൽ. അമ്മ മിണ്ടുന്നില്ല, കിച്ചണിലല്ലയോ. 3 സ്റ്റവേലും 3 പാത്രത്തിൽ വാട്ടർ ബോയിൽ ചെയ്തു. ഒരു പോട്ടിൽ ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ ഇട്ടു, വേറൊരു പാത്രത്തിൽ മുട്ടയിട്ടു, വേറൊരു പാത്രത്തിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടു. ഇപ്പം കാണുന്ന നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സെയിം വാട്ടർ സെയിം ബോയിലിംഗ്. എന്ത് പറ്റിയിരുന്നു? പൊട്ടാറ്റോ എന്തായി? ഹാർഡായിട്ടുള്ള പൊട്ടാറ്റോ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ സോഫ്റ്റായി. ഹാർഡായിട്ടുള്ള പൊട്ടാറ്റോ സോഫ്റ്റായി. മുട്ട എങ്ങനത്തെ നേച്ചറുള്ള? മുട്ട ലിക്വിഡ് നേച്ചറാണ്, നമുക്കറിയാം. താഴെ വീണാൽ പൊട്ടും. താഴെ വീണാൽ മൊത്തം ലിക്വിഡ്. അതിനെ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് അത് ഹാർഡായി. ഓക്കെ, അത് ഹാർഡായി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കോഫി പൗഡർ വെള്ളത്തിലിട്ടപ്പോൾ എന്ത് പറ്റി? അത് വെള്ളമായിട്ട് മിക്സായി നല്ല സ്മെല്ല്, അരോമ. നീ പറഞ്ഞു ജെല്ലിങ്. ഇതാ നടന്നത്. ചിനു, ഒരു കാര്യം ഈ ഒരു ഇൻസ്റ്റൻസിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത്? 3ലും സെയിം വാട്ടർ, സെയിം ടെമ്പറേച്ചർ, സെയിം എൻവയൺമെന്റ് എല്ലാം. പക്ഷേ ആ സബ്സ്റ്റൻസ് ആ സിറ്റുവേഷന് എങ്ങനെ എടുത്തു എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായിട്ടും മനസ്സിലായോ? ഇപ്പം ആ സിറ്റുവേഷൻ അമ്മ മോക്ക് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഈ ഒരു പ്രോസസ്സിൽ കൂടെ മിണ്ടാതെ. ഈ കാണുന്ന വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഇതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഹാർഡായിട്ടുള്ള പൊട്ടാറ്റോ സോഫ്റ്റ് ആകാനും അതേ വെള്ളത്തിൽ ബോയിൽ ചെയ്ത സോഫ്റ്റ് മുട്ട ഹാർഡാകാനും. ഇവിടെ ഒരു ഇതുമില്ലാതെ
ആ വാട്ടറുമായിട്ട് ജെല്ലാകാനുള്ള കോഫി പൗഡറാണ്. ഈ മൂന്നിൽ നിങ്ങളുടെ ക്യാരക്ടർ ഏതാ നിങ്ങൾ തീരുമാനിക്കുക. അണ്ടർസ്റ്റുഡ്? സോ ഫസ്റ്റ് ആർ വെരി ഡേഞ്ചറസ്. നമ്മൾ ഇതേ സിറ്റുവേഷൻ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ആ വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഹാർഡാകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഹാർഡായിട്ടിരിക്കുന്നവർ നമ്മൾ സോഫ്റ്റായി ആ വീട്ടിലങ്ങ് ജെല്ലായി പാവങ്ങളാനുള്ള ചാൻസും ഉണ്ട്. അതും ഡേഞ്ചറസ്. ഐ ഡോണ്ട് എഗ്രി. അത് ഡേഞ്ചറസ്. ഇറ്റ്സ് ഓൾ ന്യൂട്രൽ മീൻസ് ജെല്ലിങ്, ഒന്നിച്ച് നിൽക്കുക. ഈ അമ്മ കൊടുത്ത മെസ്സേജ് ഇത്. അപ്പം ഈ ഒരു ഇൻസ്റ്റൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ ലൈഫിൽ ഇത് തന്നെ ഞാൻ പറയുന്നത്. പേഷ്യൻസ്, സമയം, എവ്രിതിങ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം. അത് നമ്മൾ പറയുന്നത് ദർ ഈസ് ടൈം ഫോർ പ്ലവിങ്. നമ്മൾ ലാൻഡ് പ്ലവ് ചെയ്യാനുള്ള സമയമുണ്ട്, വിത്ത് ഇടാൻ സമയമുണ്ട്, അതേപോലെ അതിന് വാട്ടർ ചെയ്യാൻ സമയമുണ്ട്, ഹാർവെസ്റ്റ് എടുക്കാൻ സമയമുണ്ട്, അതേപോലെ ഹാർവെസ്റ്റ് ചെയ്യുന്ന സീഡ് കിട്ടിയിട്ട് അത് കൺസ്യൂം ചെയ്യാൻ സമയം, എല്ലാത്തിനും സമയമുണ്ട്. എവറിത്തിങ് ഹാസ് ടൈം. ബട്ട് പേഷ്യൻസ് ഈ പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലേ നമ്മൾ പഠിപ്പിക്കണം. ഉദാഹരണത്തിന് നമ്മൾ തന്നെ ഇത് പേഷ്യൻസ് ഇല്ലാതെ പിള്ളേരെ തയ്യാർ ചെയ്യുന്നത്. കാരണം ഇന്ന് ഫാസ്റ്റ് ഫുഡ് യുഗം. നിമിഷം നേരം കൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു. മാഗി ബാൻ ചെയ്തപ്പോൾ ആരാ കൂടുതൽ വിഷമിച്ചത്? അമ്മമാര്. ബിക്കോസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിത്തിൻ 3 minutes എന്നാണ് പറയുന്നത്. അത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. അത് സ്റ്റോപ്പ് ചെയ്തപ്പം അമ്മമാർ ഒത്തിരി പെയിൻഫുള്ളായിട്ട് അമ്മമാർക്ക് ഫീൽ ആയിട്ടുണ്ട്. സെയിം തിങ് നമ്മൾ പേഷ്യൻസ് നമുക്കും ഇല്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുമില്ല. ഉദാഹരണത്തിന് ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്ത് നിൽക്കുക, കാറ്, അവിടെ കൗണ്ട് ഡൗൺ വന്നാൽ പോലും നമ്മൾ ഹോൺ ഹോങ്ക് ചെയ്യുന്നത് നമ്മൾ അൺഈസിനെസ്, നമുക്ക് ഒട്ടനെ പോകണം എന്നുള്ള ഫീല് കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും മനസ്സിലായോ? ആ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയേണ്ടത് സിഗ്നൽ ഈസ് ഫോർ ആ ഗുഡ്. ആ പേഷ്യൻസോട് വെയിറ്റ് ചെയ്ത് ആക്സിഡൻറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞു കൊടുക്കണം. അതിപ്പോൾ ചെയ്യത്തില്ല. അതേപോലെ ലൈൻ ജമ്പിങ്. നമ്മൾ പറയും യൂറോപ്യൻ നേഷനിലും അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ എല്ലാവരും ലൈനായിട്ട് പോകും, ഡിസിപ്ലിനായിട്ട് പോകും. ഇവിടെ ലൈൻ ജമ്പിങ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കണം പേഷ്യൻസ്. അവിടെ പോകുമ്പോൾ നമ്മൾ പിസ്സ വാങ്ങിക്കണം, ബർഗർ വാങ്ങിക്കണം, നമ്മൾ ലൈനിൽ നിൽക്കും. ഇവിടെ സൈഡിൽ കൂടെ കൊടുത്തുകൊണ്ടിരിക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ അവിടുന്ന് പഠിപ്പിക്കണം. അത് എപ്പോൾ നമ്മൾ ആ പിള്ളേരിൽ ആ ചിപ്പിൾ ഇൻകൽക്കുലേറ്റ് ചെയ്തോ എന്താ പറ്റുമെന്ന് അറിയാം, ഒരു ലൈഫിലോ. സോ മാരീഡ് ലൈഫ് വിൽ ബി സേവ്ഡ്. ഇതാ മെയിൻ തിങ്. സോ ഓൺലി തിങ് ഈസ് പേഷ്യൻസ്. അത് നമ്മൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളിൽ അത് ഇൻബിൽറ്റ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അത് പഠിക്കണം. അത് കഴിഞ്ഞാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ട് പഠിക്കുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നമ്മൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡൽ. തീർച്ചയായിട്ടും ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡലാകുക. നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെ വേറൊരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടുമ്പോൾ അവർക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ പേഷ്യൻസ് പഠിപ്പിച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. ദിസ് ഈസ് നോട്ട് ഓൺലി ഗേൾസ് അല്ല ഞാൻ പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞോളൂ. അതില് പെൺകുഞ്ഞും ആകാം, ആൺകുഞ്ഞുങ്ങളും പോകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ പിള്ളേരെ ഇറക്കി വിടുന്നതും അങ്ങനെ ഒത്തിരി വരുന്നുണ്ട്. ഞാൻ ചോദിക്കാം, ഡവറിലാണോ നമ്മളൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരുന്നത്? അത് സ്നേഹം എവിടെ ഉണ്ടെന്നുള്ളതോടെ നമ്മൾ ആലോചിക്കുക. ഡവറി എന്ന് പറയുന്നത് അവര് മോക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് എടുക്കാനായിട്ടേ നോക്കുക. അത് ചെറുക്കന് കൊടുക്കുന്ന ധനമായിട്ടും നാളെ അത് വെച്ചൊരു വഴക്ക് നടക്കാനുമല്ല. മോക്ക് വേണ്ടി അപ്പനോ അമ്മയും പേരൻസ് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് അവർക്കും രണ്ടുപേർക്കും കൂടെ യൂസ് ചെയ്യാനുള്ളതാണ് അവർ കൊടുത്തു വിടുന്നത്. അത് അതായിട്ട് എടുക്കാതെ ആ പെണ്ണിനെ അവർ സ്വീകരിക്കാനാണ് നോക്കേണ്ടത്. പെൺകുഞ്ഞിനെ ആണെങ്കിലും ആൺകുഞ്ഞിനെ ഇങ്ങോട്ട് എടുക്കുവാന്നേലും സ്വന്തം മകളെന്നും സ്വന്തം മകന് എന്ന് അവർ കാണുന്നു അന്നേ നമുക്ക് ലൈഫിൽ ആ ഒരു കുടുംബജീവിതം മുമ്പോട്ട് പോകാൻ. അതുപോലെ തന്നെ പേരൻസ് എൻ്റെ ഇടയ്ക്ക് കയറി ഇന്റർഫിയർ ചെയ്യുന്നതിലും കുറേ. അതേപോലെ വേറൊരു അഡ്വൈസ് എനിക്ക് കൊടുക്കാറുണ്ട്. ആക്ച്വലി ഇത് മെയിൻ ഹസ്ബൻഡ്സിനോട്, ആക്ച്വലി വൈഫും നിങ്ങളുടെയും തമ്മിൽ, ഈവൻ വൈഫ്സിന് കൂടി നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ഡോണ്ട് ഡിസ്ക്ലോസ് ഇറ്റ് ടു യുവർ പേരൻസ്. നിങ്ങളുടെ പേരൻസിനോട് ഡിസ്ക്ലോസ് ചെയ്യുക ദയവേത്. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം പോയി ഡിസ്ക്ലോസ് ചെയ്യുക. എന്നറിയാം, നാളെ ഒരു ദിവസം ആകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കും. ദെൻ യു മേ ഫർഗെറ്റ് ദാറ്റ്, ബട്ട് അവരുടെ മനസ്സിൽ അതങ്ങനെ കിടക്കും. പേരൻസിന്റെ മനസ്സിൽ എപ്പോഴും അതൊരു മുറിവായിട്ട് തന്നെ കിടക്കും. ഇപ്പം മോളുടെ ഭാഗത്ത് നിന്ന് മരുമോൻ്റെ ഭാഗത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ അതെപ്പോഴും മോളാണെങ്കിൽ നമ്മൾ എൻ്റെ മോള് അവൾ സേഫാണ്, പയ്യന് കാരണം ഇങ്ങനെ ആയെന്ന് എപ്പോഴും ആ പയ്യന്റെ മുകളിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇവിടെ അവര് മക്കള് എന്താ വെച്ചാൽ മോളും മരുമോനും തമ്മിൽ
സ്നേഹത്തിലായിരിക്കും പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വഴക്കുകൾ ഒന്നും പുറത്തേക്ക് പോവാതിരിക്കാനും അന്ന് തന്നെ തീർക്കാനുമായിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഡൈവോഴ്സൊക്കെ നമുക്ക് കാണത്തില്ലെന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ ചിനു, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.